എഴുന്നേറ്റ് നേരെ ചൊവ്വേ നടക്കാൻ വയ്യ. നിരങ്ങിയാണ് സർക്കസ് മൊത്തം. പക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ നാവിന്റെ നീളത്തിൽ ഒരു കുറവുമില്ല. ദൈവം സഹായിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷമോ അങ്ങനെ സംഘർഷമുണ്ടോ എങ്കിൽ താനത് എന്നേ തീർത്തേനെ, താൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ട്രംപ് തള്ളി വിടുന്നത്. തള്ളുമ്പോൾ കൂടെ ഉന്തി കൊടുക്കാൻ കുറെ സെക്രട്ടറി കിങ്കരന്മാരൊപ്പമുള്ളതിനാൽ ആ വണ്ടി അല്പമെങ്കിലും നീങ്ങിപ്പോവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതേ സെക്രട്ടറി കിങ്കരന്മാർ ആ വണ്ടി തിരിച്ചു തള്ളുമ്പോൾ ട്രംപ് അവിടെ നിന്നുപോകും. തന്റെ ഭരണകാലത്ത് നിരവധി ലോകയുദ്ധങ്ങൾ നടന്നിരുന്നു. അതൊക്കെ താൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപിന്റെ വാദം. അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും നിർത്തിയത് താനാണെന്ന്. വെറുതെ ഒരു തള്ളാണെങ്കിലും കേൾക്കാത്തവർ കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ മൂക്കത്ത് വിരവിളിച്ചു പോകും. പാവം. കിട്ടുന്ന വേദികളിലൊക്കെ ട്രംപ് എങ്ങനെ കയറി തള്ളി വിടുകയാണ്. കിടന്നുറങ്ങാൻ റഷ്യൻ മിസൈലുകൾ സമ്മതിക്കാത്തതിന്റെ വിഷമവും സങ്കടവും ട്രംപിന് മുന്നിൽ പങ്കുവയ്ക്കാൻ തിരുമുഖം മുമ്പാകെ പാളി ഉണർത്തിക്കാനെത്തിയ ഒരു പാവം വൊളോദിമിർ സെലൻസ്കി. വൈറ്റ് ഹൗസിൽ ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായുള്ള ഉച്ചഭക്ഷണത്തിനിടെ സംസാരിക്കവേ വിളമ്പിയ റൊട്ടിക്ക് തൊട്ടുകൂട്ടാൻ ട്രംപ് എടുത്തു കൊടുത്തത് സമീപകാല സംഘർഷങ്ങളെ കുറിച്ചുള്ള തള്ളു ആപ്പുകളാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ഒരു സംഘർഷം നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തനിക്കത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമുള്ള ഒന്നാണ്. അതേസമയം തനിക്ക് US ഭരിക്കണം. പക്ഷേ യുദ്ധങ്ങൾ പരിഹരിക്കുന്നത് തനിക്ക് രസമാണ്, ഹരമാണ്. എന്തുകൊണ്ടാണെന്നാൽ ആൾക്കാർ കൊല്ലപ്പെടുന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജീവനുകൾ രക്ഷിക്കാനാണ് തനിക്കിഷ്ടം. എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിൽ ട്രംപിന് പാകിസ്ഥാനോട് മാത്രമേ പറയാനാകൂ, അഫ്ഗാനിസ്ഥാനോട് പറ്റില്ല. കാരണം അഫ്ഗാനിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ട്രംപിന് വെറുപ്പാണ്. അത്ര ക്രൂരതയാണ് അമേരിക്കൻ സൈന്യം അവിടെ കാട്ടിക്കൂട്ടിയിരുന്നത്. അഫ്ഗാൻ അതിർത്തിയിൽ 3 ക്രിക്കറ്റ് താരങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെട്ടത് ട്രംപ് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ആശാൻ അറിയാഞ്ഞിട്ടല്ല, ആശാനായിട്ടത് ഒരിടത്തും പറയാൻ പാടില്ല. പാകിസ്ഥാന് ക്ഷീണമാകില്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന സെലൻസ്കിക്ക് മനസ്സിലായില്ലേ എന്താണ് പാകിസ്ഥാനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്, ആരാണ് അങ്ങനെ എത്തിച്ചതെന്ന്? ഇത് കാറ്റുപോയ റബ്ബർ ട്യൂബാണ് ഡൊണാൾഡ് ജെ ട്രംപ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുകയും 48 മണിക്കൂർ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത ശേഷമാണ് ഈ വ്യോമാക്രമണവും പിന്നാലെയുള്ള ട്രംപിന്റെ ആ പരാമർശവും. ഡുറൻ ലൈനോട് ചേർന്നുള്ള പന്തിക പ്രവിശ്യയിലെ പല ജില്ലകളിലും പാക് സൈന്യം വ്യോമാക്രമണം നടത്തിയതായാണ് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞു കൊടുത്തത്. പാകിസ്ഥാൻ വ്യോമാക്രമണത്തെ തുടർന്ന് താലിബാൻ ഏതാണ്ട് തകർന്നത്രേ. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു എന്ന് ഉന്നത താലിബാൻ ഉദ്യോഗസ്ഥർ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതായി ഉന്നത താലിബാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ട്രംപിന് താലിബാനോട് അടുക്കാൻ ഇത്ര ധൈര്യം പോരാ. ആകെ ഉണ്ടായിരുന്ന താലിബാനോട് അടുപ്പമുണ്ടായിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ ശത്രുവാണ്. താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെ അടുപ്പിക്കത്തുമില്ല. അതുകൊണ്ട് ഈ അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ഇടപെടും? വേണമെങ്കിൽ ഇടപെടാം, പാകിസ്ഥാനെ സഹായിക്കാൻ ഇടപെടാം എന്നല്ലാതെ മറ്റൊരു തരത്തിലും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് പറ്റില്ല. യുദ്ധങ്ങൾ പരിഹരിച്ചെന്ന തന്റെ പഴയ അവകാശവാദവും നൊബേൽ സമ്മാനവും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഈ ഉച്ചഭക്ഷണ വേളയിൽ റൊട്ടിക്കിടെ ട്രംപ് സെലൻസ്കിക്ക് പറഞ്ഞു കൊടുത്തു. 8 യുദ്ധങ്ങൾ പരിഹരിച്ച എല്ലാ യുദ്ധങ്ങളും നോക്കിയാൽ ഓരോ തവണയും ചെയ്യുന്നത് ഓരോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന് അതത് രാജ്യങ്ങൾ പറയും തനിക്ക്. പക്ഷേ തനിക്ക് ലഭിക്കാത്തതിൽ വിഷമമില്ല. ഇനി സമയമുണ്ടല്ലോ അടുത്ത തവണത്തേക്ക് എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും മുട്ടുകട്ടൽ രോഗം കരച്ചിലായുള്ള ട്രംപിന്റെ ആഗ്രഹങ്ങൾ കൊള്ളാം. അടുത്ത വർഷത്തെ നൊബേൽ സമ്മാനമെങ്കിലും അടിച്ചെടുക്കണം. അതിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധമെങ്കിലും അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഇനി ഒരു ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകണം. എന്നിട്ട് വീണ്ടും കയറിക്കിടന്ന് ആവർത്തിക്കണം, ഞാനാണ് രണ്ടാമത്തെ ഇന്ത്യ പാക് യുദ്ധവും അവസാനിപ്പിച്ചതെന്ന്. എന്നിട്ട് വേണം 2025 നൊബേൽ സമ്മാനത്തിന് 2026 അപേക്ഷിക്കാനും കാത്തിരിക്കാനും. ഇപ്പോഴെന്താണ് അവസ്ഥ? എയർഫോഴ്സ് 1 പോലും മുട്ടുതൊട്ടൽ രോഗം കൊണ്ട് നേരെ ചൊവ്വെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ നേരെ ചൊവ്വെ ചികിത്സിച്ചില്ലെങ്കിൽ, ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ ട്രംപിനെ എടുത്ത് എയർഫോഴ്സ് 1 കയറ്റേണ്ടി വരും. അപ്പോഴാണ് ആശാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തർക്കത്തെക്കുറിച്ച് വളരെയേറെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വന്തം ആരോഗ്യത്തിനെ നോക്കിയിട്ട് മറ്റുള്ള കാര്യത്തിൽ ഇടപെട്ടാൽ മതി എന്നാണ് ഇതിൽ പറയാനുള്ളത്. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കം അവർ തീർത്തുള്ളൂ. അഫ്ഗാനിസ്ഥാന് അതിനൊരു പോംവഴി കണ്ടെത്താനുള്ള കഴിവുമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഇങ്ങനെ ഇടന്ന് വിളറി വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ ആക്രമിക്കാൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തിരിക്കും.